പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും കളിക്കാൻ പോവാണ് GTA 5. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, ഫ്രാങ്ക്ലിൻ്റെ കയ്യിൽ 10 പൈസ ഉണ്ടായിരുന്നില്ല. ആദ്യം നമ്മൾ പിസ്സ ഡെലിവറിയുടെ ജോലിക്ക് പോയി, പക്ഷെ അവിടെ നിന്ന് വലിയ കാര്യമായിട്ട് പൈസ ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് എന്താ ചെയ്തത്, ഒരു ബാങ്ക് പോയിട്ട് റോബറി ചെയ്തു. അന്നേരം നമുക്ക് $5 മില്യൺ സംതിങ് കിട്ടി. ഈ $5 മില്യൺ വെച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ആലോചിക്കണത് എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയാലോ എന്നാ. ഇതിപ്പോൾ എന്ത് ബിസിനസ്സാണ് തുടങ്ങുക, വലിയ ഐഡിയ ഒന്നും ഇല്ല. ഫ്രാങ്ക്ലിൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, മൈക്കിള് ചിലപ്പോൾ എന്തെങ്കിലും ഐഡിയ പറഞ്ഞുതരും. ഓക്കെ, ഇവിടെ ഇഷ്ടം പോലെ കാറുകളുണ്ട്, നമുക്കതിൽ ഏതെങ്കിലും ഒരു കാർ എടുക്കാം. ഓ, ആ ചില്ലങ്ങ് തല്ലി പൊട്ടിച്ചു. ആ കുഴപ്പമില്ല, നല്ല വണ്ടിയാണ്, ഇൻഫർണസാ അങ്ങനെ എന്തോ വണ്ടിയാ. ഓക്കെ, നമുക്കിനി തൽക്കാലം ഇതെടുത്തിട്ട് പോവാം. നമുക്കാദ്യം അമ്മുനേഷനിലേക്ക് പോവാം. എൻ്റെ കയ്യിലിപ്പോൾ അധികം വെപ്പൺസ് ഒന്നും ഇല്ല, ഒരു പിസ്റ്റൽ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, ഞാനൊരു പിസ്റ്റൽ മേടിച്ചിട്ടുണ്ടായിരുന്നു ബാങ്ക് റോബറി ചെയ്യാനായിട്ട്. ആ ഒരു പിസ്റ്റൽ വെച്ചിട്ടാണ് ഞാൻ ബാങ്ക് റോബറി ചെയ്തത്. ഓക്കെ, അമ്മുനേഷൻ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്, നേരെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. എന്തായാലും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടം പോലെ വെപ്പൺസ് മേടിക്കാം. AK, ഷോട്ട് ഗണ്, റോക്കറ്റ് ലോഞ്ചർ, ഗ്രനേഡ് അതൊക്കെ മേടിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആമുനേഷൻ, ഈ ബിൽഡിങ്. വണ്ടി നമുക്ക് തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്യാം, എന്നിട്ട് പോയിട്ട് വെപ്പൺസ് മേടിച്ചിട്ട് വരാം. ഇതേ കണ്ടില്ലേ, എൻ്റെ കയ്യിൽ പിസ്റ്റൽ മാത്രമേ ഉള്ളൂ, ഇതുകൊണ്ട് ഒന്നും ആവില്ല. ഓക്കെ, ഇവിടുത്തെ ഇഷ്ടം പോലെ വെപ്പൺസ് കാണാൻ പറ്റുന്നുണ്ട്. ഇതിലിപ്പോൾ ഏതാ മേടിക്കുക നോക്കി നോക്കാം. പിസ്റ്റൽ എനിക്ക് വേണ്ട, പിസ്റ്റൽ ഒരെണ്ണമുണ്ട്, ഇത് മേടിക്കാം. ഒരു വെട്ടുകത്തി മേടിക്കാം, ആവശ്യം വരും. ഈ ആക്സും മേടിക്കാം. പിന്നെ ഇവിടെ എന്താ ഉള്ളത്, ബോട്ടിൽ മേടിക്കാം. ഓക്കെ, പിന്നെ എനിക്ക് വേണ്ടത് ഗ്രനേഡ് ഒരു 10 മേടിക്കാം, 10-15 മേടിക്കാം. ഓക്കെ, പിന്നെ വേണ്ടത് സ്റ്റിക്കി ബോംബാ, ഇത് നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. ഓക്കെ, അതും കൂടി ഒരു 20 മേടിച്ചിട്ടുണ്ട്. ഈ ജെറിക്കാനും മേടിച്ചിട്ടുണ്ട്, എവിടെ ആവശ്യം വരാമെന്ന് എനിക്കറിയില്ല, എന്നാലും ഒരെണ്ണം മേടിച്ചു വെച്ചു. റോക്കറ്റ് ലോഞ്ചർ ഇത് വേണം, ഇതാണ് നമ്മുടെ മെയിൻ സാധനം. ഓക്കെ, അതും കൂടി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സ്നൈപ്പറാ. ഓക്കെ, അതും പർച്ചേസ് ചെയ്തു. ഇതിൽ പിന്നെ ഇൻബിൽട്ട് സ്കോപ്പൊക്കെ വരുന്നുണ്ട്, സ്കോപ്പും പിന്നെ സപ്രസറും. ഓക്കെ, പിന്നെ ഒരു റൈഫിള്, നമുക്കിതിൽ AK-47 എടുക്കാം. ഓക്കെ, അതും കൂടി പർച്ചേസ് ചെയ്തു. പിന്നെ ഷോട്ട് ഗൺ നമുക്ക് ഇത് മതിയാവും. ഓക്കെ, അതും പർച്ചേസ് ചെയ്തു. പിന്നെ അവസാനമായിട്ട് SMGയിൽ ഞാൻ ഉസി പർച്ചേസ് ചെയ്തു. ഓക്കെ, SMG നമുക്ക് ആവശ്യം വരും വണ്ടിയിലിരുന്ന് വെടിവെക്കുമ്പോഴേ. ഓക്കെ, ഇവിടെ ഇങ്ങനെ എല്ലാ വെപ്പൺസും മേടിച്ചു. ഇവിടെ കുറച്ച് ആർമറൊക്കെ ഇരിക്കുന്നുണ്ട്. ആർമർ എൻ്റെ കയ്യിൽ ഉണ്ട് ഒരെണ്ണം, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആർമർ ഞാൻ എക്യൂപ്പ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് ആവശ്യമില്ല. നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങാം. ഓക്കെ, സെറ്റ്. ഇവിടെ അങ്ങനെ വെപ്പൺസൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടി എടുത്ത് നേരം മൈക്കിളുടെ വീട്ടിലേക്ക് പോവാം. ഓക്കെ, മൈക്കിളുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴി ഏതാണാവോ, കുറേ കാലമായി പോയിട്ട്. ഇവിടെ എവിടെയാണ് മൈക്കിളുടെ വീട്, ഒരു ഗാർഡനൊക്കെ ഉണ്ട്, റോക്ക്ഫോർഡ് ഹിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതിൻ്റെ അടുത്താ. ഓക്കെ, ഈ ഭാഗത്ത് എവിടെയാണ് മൈക്കിളുടെ വീട്, എനിക്ക് തോന്നണത് ഈ വീടാവുന്ന. ഇത് തന്നെ വീട്, ഗേറ്റൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തുറന്നു. മൈക്കിളത് പുറത്ത് നിൽക്കുന്നുണ്ട്, ഫോണിൽ ആരുടെ അടുത്തോ സംസാരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി മൈക്കിളുടെ അടുത്ത് സംസാരിച്ചിട്ട് വരാം, എന്താണ് നമ്മുടെ പ്ലാൻ എന്ന് ചോദിച്ചിട്ട് വരാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂട്ടത്തിൽ ചെയ്യാലോ. ഓക്കെ, ഇവിടെ ഞാൻ മൈക്കിളിൻ്റെ അടുത്ത് സംസാരിച്ചു. മൈക്കിൾ നമുക്ക് നല്ലൊരു ഐഡിയ പറഞ്ഞു തന്നു. അത് വേറെ ഒന്നല്ല, ഒരു കാർ ഷോറൂമിൻ്റെ ബിസിനസ് തുടങ്ങുക. കാരണം ലോസ് ആൻഡോസിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല ബെസ്റ്റ് ബിസിനസ്സാണ് കാർ ഷോറൂം. പക്ഷേ നമ്മുടെ കയ്യിലിപ്പോൾ $5 മില്യൺ ഉള്ളൂ, അതുകൊണ്ട് ഒന്നും ആവില്ലെന്ന്. ഈ ബിസിനസ് തുടങ്ങണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു $10-15 മില്യൺ വേണം, എന്നാലേ നമുക്ക് ഒരു ഷോറൂം മേടിക്കാൻ പറ്റുള്ളൂ. ഷോറൂം മാത്രം മേടിച്ചാൽ പോരല്ലോ, അതിലേക്ക് കാറും കൂടി വേണ്ടേ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്യാഷ് ഉണ്ടാക്കണം. മൈക്കിൾ പറഞ്ഞത് ഇവിടെ അടുത്തൊരു ബാങ്ക് ഉണ്ടെന്ന്,
അതാണ് ബാങ്ക് ഓഫ് ലിബർട്ടി. പക്ഷെ അവിടെ കയറിയിട്ട് കാര്യമില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആ ബാങ്കിൽ കയറിയിട്ടാണ് റോബറി ചെയ്തത്. ഇപ്പം ആ ബാങ്ക് പൂട്ടിയിട്ടേക്കാ. അതുകൊണ്ട് മൈക്കിൾ വേറൊരു ബാങ്ക് പറഞ്ഞു തന്നു. അതെന്തോ പസഫിക് ബാങ്കാ അങ്ങനെ എന്തോ ആണ്. വലിയൊരു ബാങ്കാ. എന്തായാലും ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിനി രാത്രി വേണം അവരെ വെയിറ്റ് ചെയ്യാം. കുറച്ചു നേരം നമുക്ക് മൈക്കിളുടെ വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ രാത്രി ആവാറായുണ്ട്. നമുക്ക് ഇപ്പം തന്നെ പോയിട്ട് ബാങ്ക് റോബറി ചെയ്യാം. മൈക്കിളും കൂടി നമ്മുടെ കൂടെ വരുന്നുണ്ട്. കാരണം വലിയ ബാങ്കാണ്. ഒറ്റയ്ക്ക് പോയാൽ ചിലപ്പോൾ പണിയാവുള്ളൂ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വണ്ടി എടുത്തിട്ട് നേരെ ബാങ്കിലേക്ക് പോവാം. മൈക്കിളെ വേഗം വന്ന് വണ്ടിയിൽ കയറ്. അധികം ലേറ്റ് ആക്കണില്ല. ഈ വണ്ടി നമുക്ക് ഒന്ന് മോഡിഫൈ ചെയ്യേണ്ടി വരും. ഒന്ന് ബുള്ളറ്റ് പ്രൂഫ് ആക്കണം. ഇതിൻ്റെ ജനലൊക്കെ പൊളിഞ്ഞേക്കാ. ഇതിപ്പോൾ തട്ടിയാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഞാനിപ്പോൾ റിപ്പയർ ചെയ്യാനാണ് പോണേ. അപ്പോൾ ആദ്യം നമുക്ക് ലോസ് ആൻഡോസ് കസ്റ്റംസിലേക്ക് പോവാം. എന്നിട്ട് പോയിട്ട് ഈ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യാം. എന്നിട്ട് ബുള്ളറ്റ് പ്രൂഫ് ആക്കാം. കാരണം എന്തായാലും പോലീസ് സ്റ്റേഷൻ ഉണ്ടാവും, അത് ഉറപ്പാ. ഇവിടെ ഒരു തുണിക്കടയുണ്ട്, പോയ്സൺ പൈസ അങ്ങനൊരു കട. ഇതൊരു പ്രീമിയം കടയാ. ഇവിടുത്തെ ഡ്രസ്സുകൾക്കൊക്കെ ഭയങ്കര റേറ്റാ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ കടയിൽ നിന്നാണ് ഡ്രസ്സ് വാങ്ങിച്ചത്. ഇവർക്ക് ഇഷ്ടം പോലെ ബ്രാഞ്ച് ഉണ്ട്. ഒരു മിനിറ്റ്, ഇയാൾക്ക് എന്താ പ്രശ്നം? തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്താ? എന്തിനാ വെറുതെ അടിക്കാൻ വരണേ? എടാ മൈക്കിളതിനെ അടിക്കടാ. വേണ്ട വേണ്ട, അയാൾ തീർന്നു. അല്ല പിന്നെ വെറുതെ ആവശ്യമില്ലാണ്ട് അടിക്കാൻ വരുന്നേ. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ ലോസ് ആൻഡോസ് കസ്റ്റംസിലെത്തിയിട്ടുണ്ട്. പെഗാസി ഇൻഫർണസ്, അതാണ് ഈ കാറിൻ്റെ പേര്. എൻ്റെ ഫ്രണ്ട് കണ്ട ഒരു ലംബോർഗിനി പോലെ തോന്നും. ആദ്യം ഈ വണ്ടി റിപ്പയർ ചെയ്യാം. $300 റിപ്പയർ ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ ആർമർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ, അതും കൂടി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രം മതി. ഇതിൽ പിന്നെ വേറൊന്നും ചെയ്യണ്ട. ഒരു മിനിറ്റ്, നമുക്ക് പെയിൻ്റ് ഒന്ന് മാറ്റാൻ വേണമെങ്കിൽ നമുക്ക് കാർബൺ ബ്ലാക്ക് അടിക്കാം. ഓക്കെ, സെറ്റ്. ഈ വണ്ടിയിൽ ഇനി വേറെ മോഡിഫിക്കേഷൻസ് ഒന്നും വേണ്ട. കാരണം ഞാൻ ഈ വണ്ടി സ്വന്തമാക്കാൻ പോകുന്നില്ല. ഈ ബാങ്ക് റോബറി കഴിഞ്ഞാൽ ഈ വണ്ടി ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കളയും, അല്ലെങ്കിൽ പോലീസുകാർ നമ്മളെ പിടിക്കേ. ഇനി നമുക്ക് നേരെ ബാങ്കിലേക്ക് പോവാം. ഞാനും മൈക്കിളും ഇവിടെ റെഡിയാ. പിന്നെ മൈക്കിള് എനിക്ക് ഒരു വെപ്പൺ തന്നിട്ടുണ്ട്. അതെന്തോ ടിയർ ഗ്യാസാ അങ്ങനെ എന്തോ ആണ്. സംഭവം ഒരു ഗ്രനേഡ് പോലെയാ. ഓക്കെ, ഇവിടെ ഞാൻ ബാങ്കിൻ്റെ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അധികം ദൂരമൊന്നുമില്ല, ഇവിടെ അടുത്ത് തന്നെയാ. നമുക്കിനി നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഈ ബാങ്കാണ് ഞാൻ റോബറി ചെയ്യാൻ പോണേ. അത്യാവശ്യം വലിയ ബാങ്കാണ്. പസഫിക് സ്റ്റാൻഡേർഡ്, അതാണ് ബാങ്കിൻ്റെ പേര്. ഓക്കെ, നമുക്കപ്പോൾ കയറി റോബറി ചെയ്യാം. ഒരു മിനിറ്റ്, മൈക്കിളുടെ കയ്യിൽ വെപ്പൺസ് ഇല്ലേ? ഇവിടെ മൈക്കിളുടെ കയ്യിൽ ഒരു AKM ഉണ്ട്. അത് മതി, അതൊക്കെ ധാരാളാ. മൈക്കിളിനോട് നമുക്ക് പുറത്ത് നിൽക്കാൻ പറയാം. അത് വേറൊന്നുമല്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ മൈക്കിൾ നമ്മളെ വിളിച്ചറിയിക്കും. ഓക്കെ, നമുക്കിനി അപ്പോൾ തുടങ്ങാം. ഇവിടെ സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടാവും, അവന്മാരങ്ങ് അടിച്ചിടാം. ഓക്കെ, ഇവിടെ എല്ലാവരും അലേർട്ടായി. ഇവിടെ ഇപ്പോൾ ഞാൻ ഒരാളെ പോലും വെറുതെ വിടണില്ല. ഓക്കെ, മൈക്കിൾ പുറത്തേക്ക് പോയിട്ടുണ്ട്. പുറത്തുള്ളവരൊക്കെ മൈക്കിൾ നോക്കിക്കോളും. ഓക്കെ, ഇവിടെ ഒരാളെയും വെറുതെ വിടണില്ല. എല്ലാത്തിനും നിങ്ങൾ തീർത്ത് കളയാം. ഓക്കെ, ഇതെന്തുണ്ടായി? ഇതാരാ ബസർ അടിച്ചേ? ഇപ്പോൾ ശരിക്കും പണിപ്പാളി. നമുക്കിവിടെ 4 സ്റ്റാർ വാണ്ടഡ് ലെവൽ വന്നു. നമുക്ക് ഈ ഡോറ് തുറക്കാം. മൈക്കിൾ നേരത്തെ ഒരു വെപ്പൺ തന്നു എന്ന് പറഞ്ഞില്ലേ? അത് ഇതായിരുന്നു. ഇതാണ് ടിയർ ഗ്യാസ്. ഈ ഇരുമ്പിൻ്റെ ഡോറൊക്കെ സുഖമായിട്ട് തുറക്കും. ഓക്കെ, അതങ്ങനെ തുറന്നുണ്ട്. ഇവന്മാരെ ഒക്കെ അടിച്ചിടാം. ഞാൻ വേണ്ടാന്ന് വെച്ചതാ, പക്ഷേ നമുക്ക് പണിയായി. ആരാ പോലീസിനെ വിളിച്ച് അറിയിച്ചില്ലേ? ബസർ അമർത്തിയില്ലേ? ഓക്കെ, ഇവിടെ ഇപ്പം എനിക്ക് ആരെയും കാണാനില്ല. എല്ലാവരും ഞാൻ ഫിനിഷ് ചെയ്തു. ഓക്കെ, നമുക്കിനി പോയിട്ട് ആ ലോക്കർ തുറക്കാം. ലോക്കർ റൂം ഈ ഭാഗത്ത് എവിടെയാണ്? ഓക്കെ, ഇതും കൂടി മറ്റേ ടിയർ ഗ്യാസ് വെച്ചിട്ട് തുറക്കാം. ഇപ്രാവശ്യം ഞാൻ ഹാക്ക് ചെയ്യാനൊന്നും നിൽക്കണില്ല. ഇതിൻ്റെ മുന്നത്തെ പ്രാവശ്യം ഞാൻ ഹാക്ക് ചെയ്തിട്ടൊക്കെയാണ് ഡോർ തുറന്നത്. ഓക്കെ, അതും കൂടി തുറന്നുണ്ട്. ഇനി താഴത്തേക്ക് പോവാം. താഴത്താണ് ലോക്കർ. ഇവിടെ എന്തോ ചെയ്യാണ്ട് കേട്ടാ. ഇവിടെയും എന്തോ ഹാക്കിങ് അങ്ങനെ എന്തോ ചെയ്യാണ്ട്. ഞാനില്ലയെന്ന് വിചാരിച്ചേ. കുഴപ്പമില്ല, നമുക്ക് ഹാക്ക് ചെയ്യാം.
നമുക്ക് അത്യാവശ്യത്തിന് ഹാക്കിംഗ് ഒക്കെ അറിയാം. ഓക്കെ, ഫ്രാങ്ക്ലിൻ എന്തോ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എന്താ ചെയ്യണ്ടേ? ഓ, ഇതേപോലെ ചെയ്യണം. കറക്റ്റ് ആ ഗ്യാപ്പിൽ കൊണ്ടുപോയിട്ട് വെക്കണം. ഇതൊക്കെ സിമ്പിള്. അത്ര സിമ്പിളല്ല. ഓ, നോക്കിയും കണ്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതും സെറ്റായി. നീ രണ്ടെണ്ണം കൂടി ഉള്ളോ? ഓക്കെ, അതങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ബാങ്കിൻ്റെ ലോക്കർ അങ്ങനെ ഓപ്പണായി. ഇനി ഇതിൻ്റെ അകത്തും ഒരു ഡോറുണ്ടല്ലോ, അതും നമുക്ക് ടിയർ ഗ്യാസ് വെച്ചിട്ട് തുറക്കാം. എന്താ കാര്യം ഇത്രയധികം ഡോർ വെച്ചിട്ട്? നമ്മൾ കൂളായിട്ട് പോയിട്ട് റോബറി ചെയ്തു. ഓക്കെ, ഇനി ഇതും കൂടി തുറക്കും. കുറച്ച് ടൈം എടുക്കും. ഓക്കെ, അതും കൂടി തുറന്നുണ്ട്. ക്യാഷ് എവിടെ? ഇവിടെ ക്യാഷൊന്നും ഇല്ല. മുമ്പിൽ എനിക്ക് ക്യാഷ് കാണാണ്ട്. ഇത് അധികമൊന്നുമില്ലല്ലോ. നമുക്കിവിടെ ഉള്ളത് കളക്ട് ചെയ്ത് നോക്കാം. എത്ര ഉണ്ടെന്ന് നമുക്ക് അവസാനം നോക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ഞാൻ എല്ലാ ക്യാഷും കളക്ട് ചെയ്തു. അധികമൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ $3 മില്യൺ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ സ്കാം ആയില്ലോ. ഇതിന് മുന്നേ പോയിപ്പോൾ 5 മില്യണൊക്കെ കിട്ടി. ഇത് 3 മില്യൺ കൊണ്ട് എന്താവാനാ? ഇതിൽ 1 മില്യൺ ഞാൻ മൈക്കിളിന് കൊടുക്കും. അപ്പം നമ്മുടെ കയ്യിൽ 2 മില്യൺ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എന്തുകൊണ്ട് ചെയ്യാനാ? ഇത് ചതിയായിപ്പോയി. ഇതിന് ഭേദം മറ്റേ ബാങ്ക് ഓഫ് ലിബർട്ടി ആയിരുന്നു. എന്തെങ്കിലും ആവട്ടെ, നമുക്കിനി ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യാം. ഓ, പോലീസുകാർ നമ്മളെ വളഞ്ഞുട്ടാ. ബാങ്കിൻ്റെ പുറത്ത് നിറച്ച് പോലീസുകാരാ. ഓക്കെ, ഗണ്ണെടുക്കട്ടെ. എല്ലാത്തിനെയും അങ്ങ് അടിച്ചിടാം. ഒന്നും നോക്കണ്ട. ഓക്കെ, മൈക്കിൾ അവിടെ പോയി. മൈക്കിളിനോട് ഇവിടെ നിൽക്കാനാ പറഞ്ഞേ. മൈക്കിളിനെ കാണാനില്ല. അതെവിടേക്ക് പോയേ? മൈക്കിളിനത് ഇവിടെ ഒന്നും കാണാനില്ല. ഇനിയിപ്പോൾ വണ്ടി എടുത്ത് രക്ഷപ്പെട്ടുണ്ടാവോ? പറയാൻ പറ്റില്ല. ചിലപ്പോൾ വണ്ടി എടുത്ത് പോയിണ്ടാവും. ഇത്രയധികം പോലീസുകാരില്ലേ, ചിലപ്പോൾ ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റുണ്ടാവില്ല. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് മൈക്കിളിനെ ഒന്ന് വിളിച്ചോ.